ഹലോ എവ്രിവൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം എന്താ, നമുക്കൊന്ന് വെളിയിൽ പോയിട്ട് വന്നാലോ? മിതുക്കുട്ടി ഞാനും അരുണും കൂടെ വെളിയിൽ പോവാണ്. അപ്പം ആദ്യത്തെ കലാപരിപാടികൾ എന്നും ഉള്ളതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പം മിതുക്കുട്ടി താഴോട്ട് പോകേണ്ടതിന് മുകളിലും താഴെയെല്ലാം ഞെക്കി അവസാനം ലിഫ്റ്റ് ഓപ്പണായി. ഞങ്ങൾ പിന്നെ ഓടി ലിഫ്റ്റിലോട്ട് കയറുകയാണ്. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും അതിൽ കണ്ണാടി നോക്കുക എന്നതാണല്ലോ മുഖ്യം. അപ്പോൾ എന്താ, ഞാനും അരുണും കൂടെ കണ്ണാടിയിലൊന്ന് നോക്കി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. പിന്നെ അതാണ്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക അങ്ങോട്ട് കേട്ടോ. ആ സമയത്ത് മിതുക്കുട്ടി P1 P2 P3 ഗ്രൗണ്ട് എല്ലാം ഞെക്കിയിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ആദ്യം അൽസഹിയ മോളിലാണ് വന്നത്. ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ മിതുക്കുട്ടിക്കല്ല, അരുണിൻ്റെ ഫോൺ കാണാതെ പോയി. എന്ത് ലാഘവത്തോടെയാണ് ഞാൻ പറയുന്നതല്ലേ. കാണാതെ പോയെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെവിടെയോ ഉണ്ടത്. മിതുക്കുട്ടി എടുത്ത് കളിച്ചതാണ്, അത് കാണുന്നില്ല ഇപ്പം. അത് എൻ്റെ പഴയ ഫോണായിരുന്നു കേട്ടോ. കാരണം അരുണിന് വേറൊരു ഫോണുണ്ട്. ഇത് പേഴ്സണൽ സിം ഇടുന്ന മാത്രം ഒരു ഫോൺ കയ്യിലുണ്ടായിരുന്നു, അതാണ് കാണാതെ പോയത്. ഇനിയിപ്പോൾ അത് തപ്പി പിടിച്ചെടുക്കണം. അപ്പം പേഴ്സണൽ സിം ആയതുകൊണ്ട് തന്നെ അതിലാണ് ഇവിടുത്തെ എല്ലാം ഉള്ളത്. അതുകൊണ്ട് അരുണ് അതൊന്ന് ബ്ലോക്ക് ചെയ്ത് പുതിയ സിം എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അൽസഹിയാൽ എത്തിസലാത്തിൻ്റെ അവിടെയാണ് പോകുന്നത്. അപ്പം എന്താ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹാലോവിൻ്റെ ഫുൾ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എത്ര സ്കെയറി തിങ്സ് അവിടെ ഉള്ളതെന്നറിയാവോ? എൻ്റെ ഏറ്റവും മുഖ്യ ശത്രുവാണ് സ്പൈഡർ. 8 കാലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പാമ്പിനെ പോലും ഇത്രയും പേടിയില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മിതുക്കുട്ടി ഇവിടെ പോകുന്ന എവിടെയാണെന്ന് നോക്കിയേ. മിതുക്കുട്ടി തലയെ കാണിക്കുന്നുണ്ടോ? അവന് തലമുടി വെട്ടണം. അവൻ നേരെ ഹെയർ കട്ട് സലൂണിലോട്ട് കയറി. അവിടെ കയറുമ്പോൾ തന്നെ അവൻ അങ്കിൾമാരോട് പറയുക, അങ്കിൾ തലമുടി വെട്ടണം, തല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത്ര വളരെ കൂളായിട്ട് തലമുടി വെട്ടാൻ പോകുന്ന പിള്ളേരെ നിങ്ങളാരെല്ലാം കണ്ടിട്ടുണ്ടോ? എൻ്റെ മോൻ എന്ത് സഹകരണത്തോടെയാണ് പോയി കാറിലൊക്കെ ഇരിക്കുന്നറിയാമോ? ഇതിന് വേറൊരു കാരണമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻസ്പിറേഷൻ അരുണാണ്. 2-3 തവണയായിട്ട് അരുണിൻ്റെ തലമുടി വെട്ടുന്നത് കാണുമ്പോൾ മിഥുന് ഭയങ്കര ആഗ്രഹം അവൻ്റെ തലമുടി വെട്ടണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ തലമുടി വെട്ടാനായിട്ട് മിഥുവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ വന്നത്. അവിടെ വന്ന് എന്ത് മര്യാദ രാമനായിട്ടാണ് ഇരുന്നതെന്നറിയാവോ? അവിടെ തലമുടി വെട്ടുന്ന ആൾക്കാർ ആ പുള്ളിക്കാരൻ പറയായിരുന്നു, ഇങ്ങനൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കരയുന്നേ ഇല്ലെന്ന്. ദൈവമേ, കണ്ണ് കിട്ടാതെ ഇരിക്കട്ടെ. അടുത്ത തവണയും തലമുടി വെട്ടാൻ നേരം കരയാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും അവൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്കും പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവനിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊരു വഴക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ. പിന്നെ ഒരു ഇസഡും ഒരു കട്ടും ഒക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു തലയിൽ. അതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രസമായിട്ട് അവൻ്റെ തലമുടിയൊക്കെ ഞങ്ങൾ വെട്ടി. അവൻ നല്ല പോലെ സഹകരിച്ചിരിക്കുകയും ചെയ്തു. പിന്നെ അവൻ്റെ തലയിൽ തലമുടിയുടെ സൈഡിലായിട്ടൊരു ലൈൻ ഇടണമായിരുന്നു. ആ സമയത്ത് മാത്രമാണ് അരുണൊന്ന് പിടിച്ചു കൊടുത്തത്, കാരണം അത് കൃത്യമായിട്ട് ഇടണമല്ലോ. അപ്പോൾ ആ സമയത്ത് അരുണൊന്ന് പിടിച്ചു കൊടുത്തു, എന്നിട്ട് ലൈനൊക്കെ ഇട്ടു. പിന്നെ ഭയങ്കരമായിട്ട് അവൻ്റെ ഒന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ആ ട്രിമ്മർ കൊണ്ട് മാത്രം ലൈൻ ഇടുകയേ ചെയ്തുള്ളൂ. കാരണം കുഞ്ഞാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെന്താ, ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്ന് ഒരു ഫലൂഡ അല്ല, വേറെന്തോ ഒരു പേരതിന് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മാംഗോയും കോക്കനട്ടും ആയിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.